स्वरूप, शक्ति स्वरूप, प्रेम स्वरूप मैं आत्मा हूँ। पवित्र स्वरूप, सुख स्वरूप, आनंद रूप मैं आत्मा हूँ, आत्मा हूँ। निराकार की मैं पहचान, बिंदु स्वरूप मैं आत्मा हूँ। परम पिता की मैं संतान, ज्योति स्वरूप मैं आत्मा हूँ। शांत स्वरूप, शक्ति स्वरूप, प्रेम स्वरूप मैं आत्मा हूँ। दीप में जैसे ज्योति है, सीप में जैसे मोती है, अंबर में जैसे तारे, फूलों में खुशबू होती है। भ्रिकुटी बीच में विराजमान, रूप अनूप में आत्मा हूँ। परम पिता की मैं संतान, ज्योति स्वरूप मैं आत्मा हूँ। शांत स्वरूप, शक्ति स्वरूप, प्रेम स्वरूप मैं आत्मा हूँ। देह नहीं मैं देही हूँ, तन के गृह में गेही हूँ। शिव की प्यारी, तन से न्यारी, आत्मा सभी की स्नेही हूँ। दिव्य गुणों की मैं हूँ खान, दिव्य स्वरूप मैं आत्मा हूँ। परम पिता की मैं संतान, ज्योति स्वरूप मैं आत्मा हूँ। शांत स्वरूप, शक्ति स्वरूप, प्रेम स्वरूप मैं आत्मा हूँ। ब्रह्म से मैं अवतार लिए, देह का मैं आधार लिए। सृष्टि मंच पर अभिनय करती मैंने जन्म कई बार लिए। साथी मेरा सर्वशक्तिमान, ज्ञान स्वरूप मैं आत्मा हूँ। परम पिता की मैं संतान, ज्योति स्वरूप मैं आत्मा हूँ। शांत स्वरूप, शक्ति स्वरूप, प्रेम स्वरूप मैं आत्मा हूँ। पवित्र स्वरूप, सुख स्वरूप, आनंद रूप में आत्मा हूँ, आत्मा हूँ। शांत स्वरूप, शक्ति स्वरूप, प्रेम स्वरूप में आत्मा हूँ।
ബാഗ്ദാദയുടെ മഹാവാക്യമാണ്: ചിന്തയും പ്രവൃത്തിയും ഒരേ സമയം നടക്കണം. ചിന്തിച്ചതിന് ശേഷം പിന്നെ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരരുത്. ചിന്തിച്ചു, ഉടൻ തന്നെ പ്രാക്ടിക്കലായി. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഈശ്വരീയ മഹാവാക്യത്തിൻ്റെ ആധാരത്തിൽ ഞാനിപ്പോൾ ഒരു സമാനമെടുക്കുകയാണ്. കൂടെ കൂടെ വിഭിന്ന സമാനങ്ങളെ സെക്കൻഡിൽ അഭ്യസിക്കുന്ന ശ്രേഷ്ഠ സമാനധാരി സർവബന്ധനമുക്ത ആത്മാവാണ് ഞാൻ. ഞാൻ ഒരു അവിനാശിയായ ബാബയുടെ ഓർമ്മയിൽ സദാ മുഴുകിയിരിക്കുന്ന ബിന്ദു ആത്മാവാണ്. ഞാൻ ബാഗ്ദാദയുടെ അവിനാശി ബിന്ദു സ്വരൂപ സന്താനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ എന്റെ സ്മൃതിയിൽ അനേകം സമാനങ്ങൾ ഉണരുകയാണ്. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ബാഗ്ദാദയുടെ കൂട്ടുകെട്ട് ഞാൻ വരദാനങ്ങളുടെയും സമാനങ്ങളുടെയും ആധാരത്തിൽ അനുഭവിക്കുന്നു.
ഈ വരദാനി സമയത്ത് ബാബയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വരദാനങ്ങളും എൻ്റെ സമാനങ്ങളാണ്. ബാബ എന്നെ പ്രതി എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ശുഭഭാവനകളാണ് ബാബ എനിക്ക് നൽകുന്ന ഓരോ വരദാനങ്ങളും. ആ വരദാനങ്ങളെ ഞാനെന്റെ സമാനമാക്കി തീർത്ത് ആ സീറ്റിൽ സെറ്റായിരിക്കുമ്പോൾ ബാബയുടെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്കും എൻ്റെ ഉള്ളിൽ പരിവർത്തനത്തെ കൊണ്ടുവന്ന് ബാബയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിക്കും. ഈ വരദാനി യുഗത്തിലെ വരദാനി സമയത്തിൻ്റെ മംഗളമുഹൂർത്തത്തിൽ ഞാൻ ഇപ്പോൾ ശരീരത്തിൽ നിന്നും വേർപെട്ട് ബിന്ദുവായി ബാബ എനിക്ക് നൽകുന്ന വരദാനങ്ങളുടെ പാലന അനുഭവിക്കുന്നതിനായി ബാബയുടെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. ബാബയിൽ നിന്നും വരദാനങ്ങളുടെ അനന്തകോടി കിരണങ്ങൾ ആത്മാവായ ഞാൻ എന്നിൽ നിറയ്ക്കുകയാണ്. അനേകം സമാനങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ധന്യമാക്കി തീർക്കുന്നു. ഒരേയൊരു ബാബ, രണ്ടാമതൊന്നില്ല. ബാബയോടുള്ള ഈ സംബന്ധം എന്നെ സമാനധാരിയാക്കി തീർക്കും. ഭാവിയിൽ ഇതെന്നെ സമ്മാനധാരിയാക്കി മാറ്റുന്നു. വരദാന രൂപത്തിൽ ബാബ നൽകുന്ന ഓരോ സമ്മാനങ്ങളെയും ഞാൻ എന്നിൽ ധാരണ ചെയ്യുന്നതിനനുസരിച്ച് ഒരു കൽപ്പം മുഴുവൻ എനിക്ക് പ്രജകളുടെ രൂപത്തിലും ഭക്തരുടെ രൂപത്തിലും ബഹുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. ബാബ എനിക്ക് വരദാനം നൽകുകയാണ്.
സുമാനധാരീസോ സമ്മാനധാരി ഭവ. ഈയൊരു വരദാനത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഞാൻ ശിവബാബയിൽ നിന്നും വരദാനങ്ങളുടെ കിരണങ്ങൾ എന്നിൽ നിറയ്ക്കും. ശിവബാബയിൽ നിന്നും വരദാനങ്ങളുടെ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ സൂക്ഷ്മവതനത്തിലേക്ക് വരികയാണ്. അച്ഛനിൽ നിന്നും വരദാനങ്ങളുടെ ഖജനാവുകളെ നിറച്ചു കൊണ്ടുവന്ന എന്നെ പ്രതീക്ഷിച്ച് സൂക്ഷ്മലോകത്തിൽ ബ്രഹ്മഭാവം നിലനിൽപ്പുണ്ട്. കണ്ണുകൾ കൊണ്ട് നിർദ്ദേശം നൽകി എന്നെ സമീപത്തിലേക്ക് വിളിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി ബാബ ചോദിക്കുന്നു, കുട്ടി, ഇന്ന് നീ ബാബയിൽ നിന്നും എന്തൊക്കെ വരദാനങ്ങളാണ് നേടിയത്? ആ വരദാനങ്ങളുടെ ലിസ്റ്റ് എന്നെ ഒന്ന് കേൾപ്പിക്കാമോ? അത്യന്തം ഉത്സാഹത്തോടെ ഞാൻ പറഞ്ഞു, ശരി ബാബ. ശിവബാബയിൽ നിന്ന് ലഭിച്ച ഓരോ വരദാനങ്ങളുടെയും റിയലൈസേഷൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ് ബ്രഹ്മബാബ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഓരോ വരദാനങ്ങളെയും എന്റെ സ്മൃതിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ സമാന രൂപം അഭ്യസിക്കുന്നു. ശിവബാബയിൽ നൽകപ്പെട്ട ഓരോ വരദാനങ്ങളുടെയും സമാനങ്ങളുടെ പ്രാക്ടിക്കൽ പ്രൂഫ് ബ്രഹ്മബാബ കൂടെയുള്ളപ്പോൾ ഈ വരദാനങ്ങളെ സ്മരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര എളുപ്പമാണ്. ഞാൻ അവിനാശിയായ ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്ന ബിന്ദു ആത്മാവാണ്. ഞാൻ ഒരു ബലം, ഒരാശ്രയം, ഈ ദൃഢനിശ്ചയത്തിന്റെ വ്രതത്തെ ധാരണ ചെയ്തിരിക്കുന്ന ദൃഢസങ്കല്പധാരിയായ ആത്മാവാണ്. ഞാൻ
ഒരു ബാവയുടെ തന്നെ ശ്രീമത്തിലൂടെ നടക്കുന്ന ശ്രീമത്തിന്റെ പാലന ചെയ്യുന്ന ആജ്ഞാകാരിയായ ആത്മാവാണ്. ഞാൻ ഒരു ബാബയിൽ നിന്നും സ്നേഹത്തിന്റെ രസം പാനം ചെയ്യുന്ന ഏകരസ ആത്മാവാണ്. ഞാൻ എല്ലായ്പ്പോഴും ഒരേയൊരു ബാബയുടെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കുന്ന സദാ ഗുണഗ്രാഹിയായ ആത്മാവാണ്. ഈ വരദാനങ്ങളുടെ സ്മൃതി എന്നിൽ എത്ര നിശ്ചയമാണ് ഉണർത്തുന്നത്. എനിക്ക് എന്നിലുള്ള വിശ്വാസം, എനിക്ക് എന്നോടുള്ള റെസ്പെക്ട് വർദ്ധിക്കുകയാണ്. എൻ്റെ ആത്മപ്രകാശം ഇതിലൂടെ കൂടുതൽ പ്രജ്വലിതമാകുന്നു. ബ്രഹ്മഭാവ വീണ്ടും പ്രചോദനം നൽകുകയാണ്. ഓർമ്മിക്കൂ, ഇനിയും എത്രയെത്ര സമാനങ്ങളാണ് ഈ സമയത്ത് ഭാവത്തിനൊക്കെ നൽകിയിട്ടുള്ളത്. ആ സ്മൃതിയിലിരിക്കുമ്പോൾ നീ സമർത്ഥനായിത്തീരുന്നു. ബാബയുടെ പ്രോത്സാഹനം കൂടുതൽ ആഴങ്ങളിലേക്ക് വരദാനങ്ങളുടെ ചിന്തനത്തിലേക്ക് പോകുവാൻ എനിക്ക് ഊർജം പകരുകയാണ്. വീണ്ടും എൻ്റെ അന്തരാത്മാവിൽ നിന്നും ബാബയുടെ വരദാനങ്ങൾ മുഴങ്ങുകയാണ്. അതിൽ നിന്നും ഞാൻ സമാനം ആർജിക്കുകയാണ്. സദാ ഒരേയൊരു ബാബയോട് സർവസംബന്ധങ്ങളും പരിപാലിക്കുന്ന വിശ്വസ്തനായ ആത്മാവാണ്. ഞാൻ സദാ ഒരേയൊരു ബാബയുടെ കൂട്ടുകെട്ട് എപ്പോഴും അനുഭവം ചെയ്യുന്ന ഏകവൃതനായ ആത്മാവാണ്. ഒരേയൊരു ഈശ്വരീയ പരിവാരത്തിൻ്റെ
ഏക ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലൂടെ നടന്ന് ലക്ഷണത്തെ ധാരണ ചെയ്യുന്ന ലക്ഷണയുക്തനായ ആത്മാവാണ് ഞാൻ. ഞാൻ സർവരെയും ഒരേയൊരു ശുഭഭാവനയോടെയും ശുഭകാമനയോടെയും വീക്ഷിക്കുന്ന ശുഭസങ്കല്പത്തെ ധാരണ ചെയ്യുന്ന ശുഭസങ്കല്പധാരിയായ ആത്മാവാണ്. ഞാൻ സർവരെയും ശ്രേഷ്ഠമായ കാമനയിലൂടെ സദാ ഉയരങ്ങളിൽ എത്തിക്കുന്ന പറക്കുന്ന പക്ഷിയാണ്. ഞാൻ ഒരേയൊരു ബാബയെ തന്നെ എന്റെ ലോകമാക്കി മാറ്റി ഒന്നിൽ നിന്നും തന്നെ സർവപ്രാപ്തികളുടെയും അനുഭവം ചെയ്യുന്ന ഏകാദശി എന്ന അഖണ്ഡമായ വ്രതത്തെ ധാരണ ചെയ്യുന്ന ആത്മാവാണ്. ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ ബാബ ഒരു ദിവസത്തിന്റെ ശുഭാരംഭത്തിൽ ഓരോ കാര്യങ്ങളുടെയും തുടക്കത്തിൽ ബാബ കർമ്മയോഗിയായിരുന്നു കൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഒരേയൊരു കൂട്ടുകാരൻ ബാബ. ഒരു ദിവസം സമാപ്തമാകുമ്പോൾ ഒരു ബാബയുടെ തന്നെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ലവ്ലീൻ ആത്മാവാണ് ഞാൻ. ഒരേയൊരു ബാബയുടെ മടിത്തട്ടിൽ കളിക്കുന്ന ഒരേയൊരു ബാബയുടെ സ്നേഹത്തിന്റെ പാലന അനുഭവിക്കുന്ന സ്നേഹി ആത്മാവാണ് ഞാൻ. സേവനം ചെയ്യുമ്പോഴും
സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും അനേകതയിൽ ഞാൻ ഒന്നിനെ മാത്രം ദർശിക്കുന്നു. ഒരേയൊരു ബാബ, ഒരേയൊരു പരിവാരം, ഒരേയൊരു ബാബയുടെ സേവ. ഇതെല്ലാം തന്നെ നിമിത്തഭാവത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന അജ്ഞാനവർത്തിയായ ആത്മാവാണ് ഞാൻ. ഞാൻ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ സ്വയം ഹീറോ പാട്ടുധാരിയാകുന്ന ജീവിതത്തിൽ ബഹുമതിയോടുകൂടി പാസ്സാകുന്ന ജീവിതത്തിൽ ഒരേയൊരു ബാബയെ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കിയവനായി തീർന്നിരിക്കുന്നു. ഞാൻ സർവപ്രാപ്തികളുടെയും അധികാരിയായ ആത്മാവാണ്. ഞാൻ ഒരു പരലൗകിക ബാബയെ മനസ്സിലാക്കി ഒന്നിന്റെ തന്നെ ഓർമ്മയിൽ സഹജമായിരിക്കുന്ന സഹജയോഗി, സ്വതയോഗി, നിരന്തരയോഗിയായ ആത്മാവാണ്. ഞാൻ ഒന്നിന്റെ മഹത്വത്തെ മനസ്സിലാക്കി ഒരു ബാബയുടെ ശ്രീമത്തിന്റെ പാലന ചെയ്യുന്ന മഹാൻ ആത്മാവാണ്. ഞാൻ വിസ്താരത്തെ സാരത്തിലൊതുക്കുന്ന, അതായത് അനേകതയെ ഒരു ബിന്ദുവിൽ ഒതുക്കുന്ന നിരാകാര സ്വരൂപത്തിലിരിക്കുന്ന നിരാകാരി ബിന്ദു ആത്മാവാണ്.
ഒരേയൊരു ബാബയുടെ ഓർമ്മയിലിരുന്നു കൊണ്ട് ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മങ്ങളെ ഭസ്മീകരിക്കുന്ന ജ്വാലാസ്വരൂപ തപസ്വി ആത്മാവാണ്. ഒരേയൊരു ബാബയുടെ ഓർമ്മയുടെ ബലത്തിലൂടെ സർവ ആത്മാക്കളുടെയും വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന വിഘ്ന വിനാശക ആത്മാവാണ്. ഒരു ബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് ഒന്നിനെ തന്നെ ഫോളോ ചെയ്യുന്ന ഓരോ ചുവടിലും കോടി മടങ്ങ് സമ്പാദ്യം ശേഖരിക്കുന്ന സ്വരാജ്യ അധികാരീസോ ഭാവി രാജ്യ അധികാരിയായ ആത്മാവാണ്. ഇപ്രകാരം അനേകം സമാനങ്ങളുടെ ലിസ്റ്റ് എന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ്. അക്ഷയമായ വരദാനങ്ങളുടെ ഖജനാവിനാൽ ബാബ എന്നെ ഇപ്പോൾ നിറച്ചിരിക്കുകയാണ്. ഞാൻ എത്ര സമ്പന്നനാണ്. ഈ സമ്പന്നതയെ ഞാൻ എത്രത്തോളം എന്നിൽ ധാരണ ചെയ്യുന്നു, ഇതിന്റെ ആധാരത്തിൽ ഒരു കൽപ്പം മുഴുവൻ ഞാൻ സമ്പന്നനായിരിക്കും. ഈ സമൃദ്ധമായ സ്മൃതി നിലനിർത്തിക്കൊണ്ട് ഈ സമാനങ്ങളെയെല്ലാം കർമ്മമണ്ഡലത്തിൽ പ്രാക്ടിക്കൽ സ്വരൂപത്തിൽ കാണിച്ചുകൊണ്ട് പരമാത്മാ പാലനയുടെ പ്രത്യക്ഷ പ്രൂഫായി അനേക ആത്മാക്കൾക്ക് ബാബയുടെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുവാൻ നിമിത്തഭാവത്തിൽ ഞാനിപ്പോൾ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ്. എന്റെ ഹൃദയത്തിൽ നിന്നും ബാബയോടുള്ള സ്നേഹത്തിന്റെ ഗാനം പാടിക്കൊണ്ട് ഞാൻ സൂക്ഷ്മപതനത്തിൽ നിന്നും സാകാര ലോകത്തിലേക്ക് വരികയാണ്. പോയി വരൂ കുട്ടി, വിജയ് ഭവ എന്നിങ്ങനെയുള്ള ആ സന്തോഷം ഉത്സാഹം നിറയ്ക്കുന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് ബാബ ഇരു കൈകളും ഉയർത്തി എന്നെ കർമ്മക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള അനുമതി നൽകുകയാണ്. ഞാൻ ഹൃദയത്തിൽ നിന്നും ബാബയോട് നന്ദി പറഞ്ഞുകൊണ്ട്
എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എത്ര സന്തോഷവാനാണ് ഞാൻ. ആരാണ് ഞാൻ? ആരുടേതാണ് ഈ ഒരു സ്മൃതി? എൻ്റെ ഉള്ളിൽ തിലയിടിക്കുകയാണ്. वरदान में शिव भगवान से खुशनुमा हुए हम, उसकी मुस्कान से मिला वरदान हमें भगवान से। खुशनुमा हुए हम, उसकी मुस्कान से। खुशी जो जिसका अनंत है, मिली खुशी जो जिसका अनंत है। अब तो जीवन में, अब तो जीवन में आनंद है। दिव्य खजाने मिले उसके ही ध्यान से। मिला वरदान हमें शिव भगवान से। खुशनुमा हुए हम, उसकी मुस्कान से।
सबको दिल से, सच्चे सत्कार में सुख दे सबको दिल से, सच्चे सत्कार में फरिश्ते बन रहे हैं, रूहानी ज्ञान से मिला वरदान हमें शिव भगवान से। खुशनुमा हुए हम उसकी मुस्कान से, मिला वरदान हमें शिव भगवान